കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 4.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 4.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, 75 92 93 96 16. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ്, എന്റെ പേര് ദുർഗ. ഞാൻ ലേൺവൈസ് കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് മെന്റർ ആണ്. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് MCO06 അഥവാ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന പേപ്പറിന്റെ PYQ അനാലിസിസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, MCOM ഫസ്റ്റ് ഇയറിലെ സെക്കൻഡ് സെമസ്റ്ററിൽ വരുന്ന ഒരു സബ്ജക്റ്റ് ആണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്നുള്ളത്. സോ അതിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് അല്ലെങ്കിൽ നിങ്ങളുടെ എക്സാംസിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ആ ഒരു സബ്ജക്ട്സിന്റെ അനാലിസിസ് ആണ് ഈ ഒരു ഇഗ്നോ ഫോക്കസ് 4.0യിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ നമുക്കറിയാം, ഈ ഒരു സബ്ജക്റ്റിന്റെ പാറ്റേൺ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഇതിന്റെ സിലബസ് എങ്ങനെയാണ്, എക്സാം പാറ്റേൺ എങ്ങനെയാണ്, നിങ്ങൾ എങ്ങനെയാണ് എക്സാമിന് ഈ ഒരു പേപ്പറിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു നോക്കി പോവേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഓവറോൾ ഐഡിയ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡിസ്കഷൻ ക്ലാസ് ആയിരിക്കും ഇന്നത്തേത്. സോ അപ്പൊ നമുക്ക് നോക്കാം. MCO06 മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന സബ്ജക്റ്റില് നമ്മൾ മെയിൻലി ഈ ഒരു ഇഗ്നോ ഫോക്കസ് 4.0 അഥവാ PYQ അനാലിസിസിന്റെ ഫോക്കസ് അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ നമ്മൾ ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത് പ്രോപ്പർ ആയിട്ട് നിങ്ങൾ ഏതൊക്കെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്റ്റിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഏരിയാസ് ഏതൊക്കെയാണ് എന്നുള്ളത് കഴിഞ്ഞ എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇതിലൂടെ നമ്മൾ മാക്സിമം, അതായത് കണ്ടന്റ് അല്ലെങ്കിൽ നമ്മൾ കവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ സിലബസ് മാപ്പിംഗ്, ഇതിന്റെ സിലബസ് എങ്ങനെയാണ് വരുന്നത്, ഏത് രീതിയിലായിരിക്കും ഇതിന്റെ എക്സാം പാറ്റേൺ വരുന്നത്, റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ ഫ്രീക്വന്റ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺസ് ഏതൊക്കെയാണ്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു പ്രോബബിലിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, നിങ്ങൾക്ക് ഒരു പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറും ഈ ഒരു അനാലിസിസിന്റെ എൻഡിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ആൻഡ് ഓൾസോ അതിന്റെ മോഡൽ ആൻസേഴ്സും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. സോ നമ്മൾ ഈ ഒരു രീതിയിൽ നോക്കുന്ന സമയത്ത് നമുക്കറിയാം, ഈ ഒരു സബ്ജക്ട് അഥവാ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന സബ്ജക്റ്റിനെ നമ്മൾ 6 ബ്ലോക്കുകളായിട്ടാണ് ഇഗ്നോയുടെ സിലബസ് പ്രകാരം ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ 6 ബ്ലോക്സുകളിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ബ്ലോക്ക് എന്ന് പറയുന്നത് തേർഡ് ബ്ലോക്ക് ആണ്. അതായത് ഏറ്റവും കൂടുതൽ 2021 to 2024 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് കാണാനായിട്ട് സാധിക്കുന്നത് ബ്ലോക്ക് 3യിൽ നിന്നുമാണ്. സോ ആ ഒരു രീതിയിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തു പോകാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങൾക്ക് ഇവിടെ ഗ്രാഫിക്കലി ഹീറ്റ് മാപ്പിലൂടെയും അല്ലെങ്കിൽ ഈ പറയുന്ന ബാർ ചാർട്ടിന്റെ ഒരു ഫോമിലും നമുക്ക് ഇവിടെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളൊരു കമ്പാരൻസീവ് ടേബിൾ എന്നുള്ള ഫോമിലായിട്ട് നമുക്ക് ബ്ലോക്ക് വൈസ് അല്ലെങ്കിൽ യൂണിറ്റ് വൈസ് അല്ലെങ്കിൽ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ഒരു അപ്പിയറൻസ്, ക്വസ്റ്റ്യൻസിന്റെ അല്ലെങ്കിൽ ടോപ്പിക്സിന്റെ അപ്പിയറൻസ് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് യൂണിറ്റ് 1, അതായത് ബ്ലോക്ക് 1ൽ നിന്നുള്ള യൂണിറ്റ് 1, 2 and 3 ഈ 3 യൂണിറ്റ്സിൽ നിന്നും നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതായത് ഹൈ, മീഡിയം ആൻഡ് ലോ എന്നുള്ള കാറ്റഗറൈസ് ചെയ്യുവാണെങ്കിൽ ഇവിടെ നമുക്ക് നോക്കുന്ന സമയത്ത് യൂണിറ്റ് 1 ആൻഡ് അതുപോലെ തന്നെ യൂണിറ്റ് 2 ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത് യൂണിറ്റ് 2 ആണ്. ബ്ലോക്ക് 1 യൂണിറ്റ് 2 ആണ് ഹൈ കാറ്റഗറൈസ് ചെയ്ത് വരുന്നത്. മീഡിയം കാറ്റഗറൈസ് ചെയ്ത് വരുന്നത് ബ്ലോക്ക് 1ൽ നിന്നും യൂണിറ്റ് 1 തന്നെയാണ്. ഇനി യൂണിറ്റ് 1ൽ നിന്നുള്ള സെല്ലിംഗ് ആൻഡ് വേഴ്സസ് അതുപോലെ തന്നെ മാർക്കറ്റിംഗ് തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് ലോവർ കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്ന ഒരു ടോപ്പിക് ആണ്. ഇനി അതുപോലെ തന്നെ ബ്ലോക്ക് 1ൽ നിന്നുള്ള യൂണിറ്റ് 3യിൽ നിന്നുള്ള മാർക്കറ്റിംഗ് ഇൻഫർമേഷൻ സിസ്റ്റം, മാർക്കറ്റിംഗ് റിസർച്ച് പ്രോസസ്, ഇതും എന്താണ് മീഡിയം കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്ന ടോപ്പിക്സുകളാണ്. അതേസമയം നമ്മൾ ബ്ലോക്ക് 2ലേക്ക് വരുന്ന സമയത്ത് യൂണിറ്റ് 4ലെ ബൈയിങ് ബിഹേവിയർ ആൻഡ് ഡിസിഷൻ പ്രോസസ് എന്ന ടോപ്പിക്സ് നമുക്ക് 12 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിട്ടുള്ളത്. ഹൈ കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്ന ഒരു ടോപ്പിക് ആണ്. യൂണിറ്റ് 5 and 6ൽ നിന്നുള്ള മാർക്കറ്റ് സെഗ്മെന്റേഷൻ ആൻഡ് മാർക്കറ്റ് ടാർഗറ്റ് ആൻഡ് പൊസിഷനിങ് എന്ന ടോപ്പിക്സ് മീഡിയം കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്ന ടോപ്പിക്സുകളാണ്. ഇനി ബ്ലോക്ക് 3ലേക്ക് വരുന്ന സമയത്ത് 3 യൂണിറ്റ്സുകളായിട്ട് യൂണിറ്റ് 7, യൂണിറ്റ് 8 ആൻഡ് യൂണിറ്റ് 9, ഇതിൽ യൂണിറ്റ് 7 and 9ൽ വരുന്ന പ്രൊഡക്റ്റ് കൺസെപ്റ്റ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ആയിക്കോട്ടെ, ബ്രാൻഡിംഗ് ആൻഡ് പാക്കേജിംഗ് ആയിക്കോട്ടെ, ഇത് രണ്ടും നമുക്ക് മീഡിയം കാറ്റഗറി ടോപ്പിക്സിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അറ്റ് എ ടൈം നമുക്ക് യൂണിറ്റ് 8ലേക്ക് നോക്കുന്ന സമയത്ത് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ ആൻഡ് ഡെവലപ്മെന്റ് പ്രോസസ് എന്ന ടോപ്പിക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ ഹയർ പ്രയോറിറ്റി അല്ലെങ്കിൽ ഹയർ പ്രോബബിലിറ്റി വരുന്ന കാറ്റഗറിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഇനി ബ്ലോക്ക് 4ലേക്ക് വരുന്ന സമയത്ത് യൂണിറ്റ് 10, 11, 12 ഈ 3 യൂണിറ്റ്സുകളാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഇതിൽ നമുക്ക് യൂണിറ്റ് 10ൽ വരുന്ന പ്രൈസിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് മെത്തേഡ്സ് എന്നുള്ളത് ഹയർ പ്രോബബിലിറ്റി കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അതേസമയം
യൂണിറ്റ് 11, 12 ആൻഡ് 13 യൂണിറ്റ്സുകളിൽ നിന്നുള്ള പ്രൈസ് അഡ്ജസ്റ്റ്മെന്റ് സ്ട്രാറ്റജീസ്, പ്രൈസ് റെഗുലേഷൻസ്, ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ്, ഇത് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ലോവർ കാറ്റഗറിയിലേക്കാണ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ബ്ലോക്ക് 5 യൂണിറ്റ് 14 മാർക്കറ്റിംഗ് ഇന്റർമീഡിയറീസ് അതുപോലെ തന്നെ ലോവർ കാറ്റഗറിയിലേക്ക് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്ന ഒരു ടോപ്പിക്കാണ്. ബ്ലോക്ക് 5 തന്നെ വരുന്ന യൂണിറ്റ് 15 നോക്കുവാണെങ്കിൽ മാർക്കറ്റിംഗ് ലോജിസ്റ്റിക്സ് റിലേറ്റ് ചെയ്ത് വരുന്ന ടോട്ടൽ സിസ്റ്റം അപ്രോച്ച് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ നമുക്കൊരു മീഡിയം കാറ്റഗറിയിലാണ്, പ്രോബബിലിറ്റി കാറ്റഗറിയിലാണ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇനി ബ്ലോക്ക് 6 വരുന്ന സമയത്ത് യൂണിറ്റ് 16 ടു യൂണിറ്റ് 19 ആണ് നമുക്ക് ബ്ലോക്ക് 6 വരുന്നത്. ഇതിൽ യൂണിറ്റ് 16 മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് പ്രൊമോഷൻ മിക്സ് എന്നുള്ളത് 7 ടൈംസ് ആണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഒക്യൂർ ചെയ്ത് കാണാനായിട്ട് സാധിക്കുന്നത്. മീഡിയം കാറ്റഗറൈസ് ആണ് നമ്മൾ, അല്ലെങ്കിൽ മീഡിയം പ്രോബബിലിറ്റി കാറ്റഗറിയിലാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് വരുന്നത്. ഇനി യൂണിറ്റ് 17 ടു 19 നോക്കുവാണെങ്കിൽ ലോവർ പ്രോബബിലിറ്റി കാറ്റഗറിയിലാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. സെയിൽ പ്രൊമോഷൻസ് ടോപ്പിക്സ് നോക്കുവാണെങ്കിൽ സെയിൽസ് പ്രൊമോഷൻ ആൻഡ് പേഴ്സണൽ സെല്ലിംഗ്, അഡ്വർടൈസിംഗ് ആൻഡ് പബ്ലിസിറ്റി, എമർജിംഗ് ഇഷ്യൂസ് അതായത് റിലേഷൻഷിപ്പ്, ഗ്രീൻ മാർക്കറ്റിംഗ്, ഇത് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ നമുക്ക് ലോവർ പ്രോബബിലിറ്റി കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു ഹൈ ഈൽഡ് ടോപ്പിക്സ് എന്നുള്ള രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നത് 3 ടോപ്പിക്സുകളാണ്. ഓവറോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് 3 ടോപ്പിക്സുകളാണ് ഹൈ ഈൽഡ് ടോപ്പിക്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നത്. മൈക്രോ മാക്രോ എൻവയോൺമെന്റ് അതായത് യൂണിറ്റ് 2 ബ്ലോക്ക് 1 വരുന്ന യൂണിറ്റ് 2 മൈക്രോ മാക്രോ എൻവയോൺമെന്റിൽ നിന്നുള്ള കാര്യങ്ങൾ കൺസിസ്റ്റന്റ്ലി നമുക്ക് ലോങ് ആൻസേഴ്സ് അല്ലെങ്കിൽ ഷോർട്ട് ആൻസേഴ്സ് ടൈപ്പിലും ലോങ് എസ്സേ ടൈപ്പിലും നമുക്ക് ക്വസ്റ്റ്യൻസ് വരാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ കേസ് സ്റ്റഡീസ് ഫോമിലും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് വരാവുന്നത്. അതുപോലെ തന്നെ കൺസിഡർ ചെയ്യാവുന്ന ഒരു ടോപ്പിക്കാണ് ബയർ ബിഹേവിയർ ആൻഡ് ഡിസിഷൻ പ്രോസസ്. ബ്ലോക്ക് 2 നിന്ന് യൂണിറ്റ് 4 വരുന്ന ബയിങ് ബിഹേവിയർ ആൻഡ് ഡിസിഷൻ പ്രോസസ് എന്നുള്ളത് ആ ഒരു ടോപ്പിക് നോക്കുവാണെങ്കിലും തിയററ്റിക്കലിയും പ്രാക്ടിക്കലിയും ആപ്ലിക്കേഷൻ വരാവുന്ന ഒരു സിനാരിയോ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ടോപ്പിക്കാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കീ കൺസെപ്റ്റ് അല്ലെങ്കിൽ കീ ടോപ്പിക്കാണ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ ആൻഡ് ഡെവലപ്മെന്റ്. അതായത് ബ്ലോക്ക് 3 നിന്നുള്ള യൂണിറ്റ് 8 കൺസിഡർ ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ. ഇത് മെയിൻലി നമുക്കൊരു അനലിറ്റിക്കൽ അല്ലെങ്കിൽ ഒരു പ്രോസസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്നും പ്രതീക്ഷിക്കാവുന്നത്. ആ ഒരു ന്യൂ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് അതിന്റെ ഫെയിലിയർ അനാലിസിസ് എന്നുള്ള കാര്യങ്ങളായിരിക്കും, അത് റിലേറ്റ് ചെയ്തായിരിക്കും നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിന്റെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളത്. നെക്സ്റ്റ് നമ്മളൊരു കമ്പാരൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ്, അതായത് നമ്മുടെ എക്സാം പാറ്റേൺ എങ്ങനെയായിരിക്കും എന്നുള്ളത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഓൾറെഡി നിങ്ങൾ 1-2 എക്സാംസ് അറ്റൻഡ് ചെയ്ത ലേണേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഫസ്റ്റ് സെമ്മിൽ എക്സാംസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളവരാണ്. സോ ഒരു ഐഡിയ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. എങ്കിലും മാർക്കറ്റിംഗ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്ത് നമുക്ക് വരാവുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ എസ്സേ ഓർ ലോങ് ആൻസർ ടൈപ്പ്, അതായത് ഒരു 16 to 20 മാർക്സിന് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ 350 വേർഡ്സ് ടു 500 വേർഡ്സ് നമ്മൾ പ്രസന്റ് ചെയ്യേണ്ട രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഷോർട്ട് നോട്ട്സ്, അതായത് 6 to 10 മാർക്സ് സ്കോർ ചെയ്യുന്ന രീതിയിൽ 120 വേർഡ്സ് ടു 180 വേർഡ്സ് നമുക്ക് പ്രസന്റ് ചെയ്യുന്ന ടൈപ്പ് ഫോർമാറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് ഓൾസോ ബ്രീഫ് എക്സ്പ്ലനേഷൻസ് വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാവുന്നതാണ്. ആപ്ലിക്കേഷൻ ലെവലിൽ വരുന്ന ക്വസ്റ്റ്യൻസും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ആൻഡ് ഓൾസോ കേസ് സ്റ്റഡീസ് പോലെ കേസ് സിനാരിയോസ് പോലുള്ള ക്വസ്റ്റ്യൻസും 10 to 20 മാർക്സിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അത് കൂടാതെ തന്നെ കാൽക്കുലേഷൻസ് റിലേറ്റ് ചെയ്ത് വരുന്ന കേസ് സ്റ്റഡീസിൽ തന്നെ വരാവുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഈ പറയുന്ന MCQ അല്ലെങ്കിൽ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് പോലുള്ള കാര്യങ്ങളോ ന്യൂമറിക്കൽ പ്രോബ്ലംസോ നമുക്ക് ഈ ഒരു മാർക്കറ്റിംഗ് മാനേജ്മെന്റിൽ നോർമലി കാണാറില്ല. ആ ഒരു പാറ്റേൺ നമുക്ക് കാണാറില്ല. ഏറ്റവും കൂടുതൽ നമുക്ക് വരാറുള്ളത് ലോങ് ആൻസർ, അതുപോലെ തന്നെ ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് ആൻഡ് കേസ് സ്റ്റഡീസ് ആണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്നും പ്രതീക്ഷിക്കാവുന്നത്. സോ നമുക്ക് മോസ്റ്റ് ഫ്രീക്വന്റ് ക്വസ്റ്റ്യൻ ഫോർമാറ്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നത് തീർച്ചയായിട്ടും എസ്സേ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോലെ 16 to 20 മാർക്സിനായിരിക്കും നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നത്. മസ്റ്റ് ആയിട്ട് നമ്മളൊരു 350 to 500 വേർഡ്സിലെങ്കിലും നമ്മളത് പ്രസന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിന്റെ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ആ ഒരു ബ്രെഡ്ത്ത് കവറേജ് എന്ന് പറയുമ്പോൾ നമുക്ക് 350 to 500 വേർഡ്സിലെങ്കിലും നമ്മൾ പ്രസന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അനദർ എക്സ്പെക്ടഡ് ഫോം ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എക്സാക്ട്ലി ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അതും ഈ പറഞ്ഞ പോലെ 6 to 10 ഓൾറെഡി നമ്മൾ പറഞ്ഞ പോലെ 6 to 10 മാർക്സിനായിരിക്കും നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. 120 to 180 വേർഡ്സിൽ നമുക്ക് അതിന്റെ ആൻസേഴ്സ് ഇൻസൈറ്റ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ ഒരു ബ്രീഫ്ലി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാനായിട്ട് സാധിക്കണം. നെക്സ്റ്റ് ടൈപ്പ് ബ്രീഫ് എക്സ്പ്ലനേഷൻസ്, അതായത് കമ്പാരിറ്റീവ്ലി നമുക്ക് നോക്കുന്ന സമയത്ത് ഷോർട്ട് ആൻസർ ടൈപ്പ് പോലെ തന്നെ പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ബ്രീഫ് എക്സ്പ്ലനേഷൻസ് പ്രൊവൈഡ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ്. അതും ഈ സെയിം ഈ പറയുന്ന 5 to 8 മാർക്സ് ആണ് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് 2 പാർട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട്, അതായത് നമുക്ക് A and B എന്നുള്ള രീതിയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 80 to 120 വേർഡ്സിനായിരിക്കണം നമ്മൾ അവിടെ പ്രസന്റ് ചെയ്യരുത്. അതായത് നമ്മൾ പ്രസന്റ് ചെയ്യുന്ന കാര്യങ്ങൾ പ്രിസൈസ് ആയിട്ടും റെലവെന്റ് ആയിട്ടും നമ്മൾ കൃത്യമായ രീതിയിൽ പോകാനായിട്ട് ശ്രമിക്കാം. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ?
അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ കംപ്ലീറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം. ഇഗ്നോ നൽകി വരുന്ന 36ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ആവശ്യമായുള്ള ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള ഫുൾ സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും അതുപോലെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്. ലേൺവൈസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. നെക്സ്റ്റ് അപ്ലിക്കേഷൻ ലെവൽ, അതായത് കേസ് സ്റ്റഡീസ് പോലുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടേതായിട്ടുള്ള ഒരു അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഒരു ഒപ്പീനിയൻ പ്രസന്റ് ചെയ്തുകൊണ്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും നമുക്ക് ഇതിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതൊരു 10 to 12 മാർക്സിനായിരിക്കാം നമുക്ക് വരുന്നുണ്ടാവുക. ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. 200 to 300 വേർഡ്സിലേക്ക് നമുക്ക് ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ നമ്മളത് അറ്റൻഡ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കാം. ഇനി ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, അതായത് ഇപ്പം നമ്മൾ എക്സാം പാറ്റേൺ അല്ലെങ്കിൽ ഈ പറയുന്ന സിലബസ് മാപ്പിംഗ് ഒക്കെ നമ്മൾ നോക്കിയിരുന്നു. അപ്പൊ അതിന്റെ ഒരു എക്സാം പാറ്റേണിൽ കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ 2021 ഡിസംബർ 2021 ടു 2023 ഡിസംബർ വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ അനാലിസിസിന്റെ ബേസിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ബ്ലോക്ക് 1ൽ നിന്നും 16% ഓഫ് മാർക്സ് ആണ് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ബ്ലോക്ക് 2ലേക്ക് നോക്കുകയാണെങ്കിൽ 16 സെയിം ആസ് ബ്ലോക്ക് 1ൽ നിന്ന് നമ്മൾ എത്രയാണോ സ്കോർ ചെയ്യുന്നത് ആ ഒരു രീതിയിൽ തന്നെയാണ് നമുക്ക് ബ്ലോക്ക് 2ൽ നിന്ന് മാർക്സ് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ബ്ലോക്ക് 3 നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതുമായിട്ടുള്ള ബ്ലോക്കാണ് ബ്ലോക്ക് 3 എന്ന് പറയുന്നത്. പ്രൊഡക്റ്റ് ഡിസിഷൻസ് 21% നമുക്ക് മാർക്ക് കൺസിഡർ ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നത് ബ്ലോക്ക് 3ൽ നിന്നാണ്. ബ്ലോക്ക് 4ലേക്ക് നോക്കുന്ന സമയത്ത് 12% ആണ്. ബ്ലോക്ക് 5ലേക്ക് നോക്കുമ്പോൾ 8% ആൻഡ് ബ്ലോക്ക് 6ലേക്ക് നോക്കുമ്പോൾ 11% ആണ്. അപ്പം ഈ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഏറ്റവും ലീസ്റ്റ് ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടത് ബ്ലോക്ക് 5ലേക്കാണ്. ഈ ഒരു മാർക്ക് അച്ചീവ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻസ് കൊടുത്ത് ഓരോ ബ്ലോക്സ് നിങ്ങൾ നോക്കി പോകാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഈ ഒരു കാര്യം തന്നെ ആ ഒരു വെയിറ്റേജ് അനാലിസിസ് നമ്മൾ അഗെയിൻ ഈ പറയുന്ന രീതിയിൽ നമ്മളൊരു ചാർട്ടിന്റെ ഫോമിൽ നിങ്ങൾക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ട്രെൻഡ് വിഷ്വലൈസേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി എക്സാം പാറ്റേൺ ഹൈലൈറ്റ്സ്, അതായത് നമ്മളിപ്പം പാറ്റേണിൽ ഏറ്റവും നമ്മൾ പറഞ്ഞിരുന്നു ഡിഫറെന്റ് ഫോർമാറ്റ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞിരുന്നു. അത് തന്നെയാണ് അഗെയിൻ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. എസ്സേ ആൻഡ് ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഡോമിനേറ്റ് ചെയ്ത് അവിടെ നിൽക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് ദിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഷോർട്ട് നോട്ട്സും നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, ഏറ്റവും കൂടുതൽ കാണാറുണ്ടെങ്കിൽ പോലും കമ്പാരിറ്റീവ്ലി ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലായിട്ട് വരുന്നുണ്ടാവും. ആൻഡ് ഓൾസോ കേസ് സ്റ്റഡീസും നമുക്ക് വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ റിയൽ വേൾഡ് സിനാരിയോസുമായി റിയൽ വേൾഡ് എക്സാമ്പിൾസുമായി കണക്ട് ചെയ്ത് വരാവുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലെ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിച്ചെങ്കിൽ പോലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ടൈം മാനേജ്മെന്റ് എന്നുള്ളതല്ലേ. അപ്പൊ അതിന്റെ ഒരു സ്ട്രാറ്റജി നോക്കുന്ന സമയത്ത് നമുക്കറിയാം ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിന് നമ്മൾ എത്രത്തോളം ടൈം സ്പെൻഡ് ചെയ്യണം എന്നുള്ളതായിരിക്കും നമ്മൾ അവിടെ എന്ത് ചെയ്യേണ്ടത്, ക്ലിയർ ആയിട്ട് പ്ലാൻ ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ നമുക്കറിയാം 3 അവേഴ്സിന്റെ എക്സാംസ് ആണ് വരുന്നത്, 100 മാർക്സിനാണ് നമ്മുടെ എക്സാംസ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ ഉണ്ടാവും. സോ നമ്മളൊരു 75 മിനിറ്റ്സ് നമ്മൾ എവിടെ സ്കോർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സ്പെൻഡ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. എസ്സേ ആൻഡ് ലോങ് ആൻസർ ക്വസ്റ്റ്യൻസിന് നമ്മളൊരു 40% ഓഫ് പേപ്പർ, അതായത് നമുക്ക് ആ ഒരു പേപ്പറിന്റെ പാസ് മാർക്ക് തന്നെ 40% ആണ്. സോ നമുക്ക് ആ ഒരു ലോങ് ആൻസർ ക്വസ്റ്റ്യൻസിൽ നമ്മൾ നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൃത്യമായ പാസ് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. സോ 75 മിനിറ്റ്സോളം നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ലോങ് ആൻസർ ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. again നെക്സ്റ്റ് 30 മിനിറ്റ്സ് നമ്മൾ ഷോർട്ട് നോട്ട്സിന്റെ രൂപത്തിൽ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ പ്രോസസ് ആൻസേഴ്സിൽ നമ്മൾ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ നമുക്ക് വരാവുന്ന മറ്റൊരു പാറ്റേൺ ആണ് ബ്രീഫ് എക്സ്പ്ലനേഷൻസ് ക്വസ്റ്റ്യൻസ് അല്ലെ. അതിൽ നമ്മൾ ഒരു 25 മിനിറ്റ്സ് സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. നമ്മൾ ഈ ഒരു രീതിയിലൊക്കെ നമ്മൾ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു കൃത്യമായ രീതിയിൽ നമ്മൾ ബാലൻസ് ചെയ്ത് പോയെങ്കിൽ പോലും ലാസ്റ്റ് ഒരു 10 മിനിറ്റ്സ് നമ്മൾ എഴുതിയിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ഒന്ന് റിവൈസ് ചെയ്യുന്നതിനായിട്ട് നമ്മളൊരു 10 മിനിറ്റ്സ് മാറ്റി വെക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഇനി നമ്മളൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അനാലിസിസ് അല്ലെങ്കിൽ ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ്, ടോപ്പിക് വൈസ് ആയിട്ടുള്ള ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അനാലിസിസിലേക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വരാവുന്ന ടോപ്പ് 10 റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ് കൺസ്യൂമർ ബൈയിങ് ബിഹേവിയർ ഡിസിഷൻസ്. അതിന്റെ ഒരു പ്രോസസ്സ് 7 ടൈംസ് ആണ് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻസ് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ആൻഡ് ഓൾസോ മാർക്കറ്റിംഗ് റിസർച്ച് പ്രോസസ്, അതായത് സ്റ്റെപ്സ്, ആ ഒരു മാർക്കറ്റിംഗ് റിസർച്ച് പ്രോസസ്സിന്റെ സ്റ്റെപ്സ് വിത്ത് എക്സാമ്പിൾസ് തന്നെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് 6 ടൈംസ് ആണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ളത്, അതിന്റെ ഇമ്പോർട്ടൻസ്
ഇമ്പോർട്ടൻസും ബേസിസ് ആൻഡ് ഇമ്പോർട്ടൻസ് എന്നുള്ളതും 6 ടൈംസ് ആണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമുക്ക് റിക്കർ ചെയ്ത് കാണാനായിട്ട് സാധിക്കുന്നത്. ആൻഡ് ഓൾസോ അനദർ ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് മൈക്രോ ആൻഡ് മാക്രോ എൻവയോൺമെന്റിന്റെ ഡിഫറൻസിയേഷൻ. അതും 5 ടൈംസ് ആണ് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ വരാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ റിലേറ്റ് ചെയ്തിട്ടുള്ളത്. അതിന്റെ മാർക്കറ്റിംഗ് ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് 5 ടൈംസ് ആണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എഗെയിൻ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മെത്തേഡ്സ് ഓഫ് പ്രൈസിംഗ്. അതിന്റെ ഒബ്ജക്റ്റീവ്സും മെത്തേഡ്സും പ്രൈസിംഗ് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് 5 ടൈംസ് ആണ് നമുക്ക് പ്രീവിയസ് പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ആൻഡ് ഓൾസോ ഷോർട്ട് നോട്ട്സ് കാറ്റഗറിയിൽ വരുന്ന സമയത്ത് ബ്രാൻഡിംഗ്, പാക്കേജിംഗ്, ലേബിളിംഗ് ഇത് റിലേറ്റ് ചെയ്ത് വരുന്ന ഷോർട്ട് നോട്ട്സും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ കൺസെപ്റ്റ് ആൻഡ് പ്രോസസ് ഓഫ് മാർക്കറ്റ് ടാർഗറ്റിംഗ്, അതുപോലെ തന്നെ മാർക്കറ്റ് പൊസിഷനിങ് ഇത് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യനും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ടോപ്പ് 10 കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ഓൾസോ പ്രൊമോഷൻ മിക്സ് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ, അതിന്റെ കമ്പോണൻസ് അല്ലെങ്കിൽ അതിന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് ഡിസ്കസ് ചെയ്യാനായിട്ട് നമുക്ക് വരാവുന്നതാണ്. പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ 4 ടൈംസ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ടോട്ടൽ സിസ്റ്റം അപ്രോച്ച് ആൻഡ് ടോട്ടൽ കോസ്റ്റ് അപ്രോച്ച്, അതായത് മാർക്കറ്റിംഗ് ലോജിസ്റ്റിക്സ് റിലേറ്റ് ചെയ്ത് വരുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിസ്റ്റം അപ്രോച്ചസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ 4 ടൈംസ് ആണ് നമ്മൾ കൂടുതലും കണ്ടുവന്നിട്ടുള്ളത്. സോ ഈ ഒരു രീതിയിൽ നോക്കുന്ന സമയത്ത് ഒരു ഫ്രീക്വൻസി ടേബിൾ എന്നുള്ള രീതിയിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എഗെയിൻ ഇവിടെ അപ്പിയറൻസ് ചെയ്തതിന് നിങ്ങൾക്ക് ഒരു ടേബിൾ ഫോർമാറ്റിൽ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതാണ്. ഇനി നമുക്കൊരു അഡ്വൈസ് പാനൽ എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഓരോ അതായത് ഇപ്പം നമ്മുടെ ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഓരോ ക്വസ്റ്റ്യൻസിന്റെയും ആൻസേഴ്സ് എഴുതുന്ന സമയത്ത് നമ്മളൊരു 5 മിനിറ്റ്സ് ആ ഒരു പ്രിപ്പറേഷൻ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യാം, ആ ഒരു കാര്യം കൃത്യമായി മനസ്സിലാക്കുന്നതിനും പ്രാക്ടീസ് ചെയ്യുന്നതിനുമായിട്ട് മാറ്റിവെക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു എഴുതുന്ന സമയത്ത് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിൽ ഹെഡിങ്സ് കൊടുക്കാനായിട്ടും ബുള്ളറ്റ് പോയിന്റ്സ് ക്ലിയർ ആയിട്ട് സബ്സെക്ഷൻസ് ഒക്കെ ക്ലിയർ ആയിട്ട് നമ്മൾ അണ്ടർലൈൻ ചെയ്ത് പോകുന്നതിനും, അതുപോലെ തന്നെ കൃത്യമായ തിയറി പേപ്പർ ആയതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ നമ്മൾ എഴുതുന്ന പോയിന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഹൈലൈറ്റ് ചെയ്ത് നിർത്താനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഇമ്പോർട്ടൻസ് അനുസരിച്ച് ഹൈ ഫ്രീക്വൻസി ടോപ്പിക്സിന്റെ അണ്ടറിൽ വരുന്ന ടോപ്പിക്സ് അല്ലെങ്കിൽ യൂണിറ്റ്സ് അല്ലെങ്കിൽ ബ്ലോക്സ് നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കാം. സോ നമ്മളിപ്പോ ഈ പറഞ്ഞ ഒരു പെർസെന്റേജ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന ലാസ്റ്റ് 10 പേപ്പേഴ്സിൽ വരുന്ന അല്ലെങ്കിൽ ലാസ്റ്റ് 10 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വരുന്ന ആ ഒരു ക്വസ്റ്റ്യൻസിന്റെ അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്സിന്റെ എഗെയിൻ ഈ പറയുന്ന ഒരു പൈ ചാർട്ട് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ സ്റ്റുഡന്റ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ആ ഒരു ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് അറ്റ്ലീസ്റ്റ് ട്വൈസ് അല്ലെങ്കിൽ ഒരു കൃത്യമായ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം, റിവൈസ് ചെയ്യുക, നല്ല രീതിയിൽ അത് കവർ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കാം. ഈ ഒരു രീതിയിൽ ചെയ്തു പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ടും എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ പറയുന്ന എക്സാമിന് പാസ് മാർക്കിൽ അധികം നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. സോ പ്രോബബിലിറ്റി മെട്രിക്സ് ടേബിൾ എന്നുള്ള രീതിയിൽ നമുക്കൊരു വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു പ്രോബബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രിഡിക്ട് ചെയ്യപ്പെടുന്ന അനാലിസിസ് എന്നുള്ള ബേസിസിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ബ്ലോക്ക് 2 യൂണിറ്റ് 4 കൺസ്യൂമർ ബൈയിങ് ബിഹേവിയർ ഡിസിഷൻ പ്രോസസ്, അതായത് 80% അല്ലെങ്കിൽ ഹൈ പ്രോബബിലിറ്റി കാറ്റഗറിയിൽ വരുന്ന ഒരു ഏതാണ് ടോപ്പിക് ആണ് ഈ പറയുന്ന കൺസ്യൂമർ ബൈയിങ് ഡിസിഷൻ പ്രോസസ് എന്നുള്ളത്. സെയിം ബ്ലോക്ക് 1ൽ നിന്നുള്ള യൂണിറ്റ് 3 അതും എന്ത് തന്നെയാണ്, മാർക്കറ്റ് റിസർച്ച് പ്രോസസ് എന്ന ടോപ്പിക്കും 70% ആണ് അതിന്റെ പ്രോബബിലിറ്റി വരുന്നത്. ഹൈ പ്രോബബിലിറ്റി കാറ്റഗറിയിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. എഗെയിൻ ബ്ലോക്ക് 2ൽ നിന്നുള്ള യൂണിറ്റ് 5 മാർക്കറ്റ് സെഗ്മെന്റേഷൻ, മീനിങ് ആൻഡ് ബേസിസ് എന്നുള്ളതും ഹൈ പ്രോബബിലിറ്റി കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഇനി ബ്ലോക്ക് 3 യൂണിറ്റ് 8 ആൻഡ് ബ്ലോക്ക് 1 യൂണിറ്റ് 2 അതായത് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ ആൻഡ് ഇറ്റ്സ് ഇംപ്ലിക്കേഷൻസും മൈക്രോ ആൻഡ് മാക്രോ എൻവയോൺമെന്റിന്റെ ഡിഫറൻസസും ഈ 2 ടോപ്പിക്സും മീഡിയം പ്രോബബിലിറ്റി കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. സെയിം ആസ് 60% ആണ് അതിന്റെ ഒരു പ്രോബബിലിറ്റി ചാൻസ് നമ്മൾ അല്ലെങ്കിൽ ഒരു ചാൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി ബ്ലോക്ക് 4ൽ നിന്നുള്ള യൂണിറ്റ് 10, അതുപോലെ തന്നെ ബ്ലോക്ക് 3ലെ യൂണിറ്റ് 9, ബ്ലോക്ക് 2ലെ യൂണിറ്റ് 6 ആൻഡ് ബ്ലോക്ക് 6ലെ യൂണിറ്റ് 16, ബ്ലോക്ക് 5ലെ യൂണിറ്റ് 15 ഈ 5 യൂണിറ്റ്സുകൾ അതായത് പ്രൈസിംഗ്, ഒബ്ജക്റ്റീവ്സ് ആൻഡ് മെത്തേഡ്സ്, അതുപോലെ തന്നെ ബ്രാൻഡിംഗ്, പാക്കേജിംഗ്, ലേബിളിംഗ് റിലേറ്റ് ചെയ്ത് വരുന്ന ഷോർട്ട് നോട്ട്സുകൾ, മാർക്കറ്റിംഗ്, ടാർഗറ്റിംഗ് ആൻഡ് പൊസിഷനിങ്, പ്രൊമോഷൻ മിക്സ് ഇറ്റ്സ് കമ്പോണൻസ് ആൻഡ് ഫാക്ടേഴ്സ്, ടോട്ടൽ സിസ്റ്റം അഥവാ ടോട്ടൽ കോസ്റ്റ് അപ്രോച്ച്, ലോജിസ്റ്റിക്സിൽ വരുന്ന 2 ടൈപ്സ് ഓഫ് അപ്രോച്ചസ് ഇതെല്ലാം മീഡിയം പ്രോബബിലിറ്റി കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. 40% ആണ് നമ്മൾ അതിന്റെ പ്രോബബിലിറ്റി ആയിട്ട് അല്ലെങ്കിൽ ഒരു ചാൻസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നത്. ഇനി ബ്ലോക്ക് 1ൽ നിന്നുള്ള അതായത് ലോവർ പ്രോബബിലിറ്റിയുടെ അണ്ടറിൽ വരുന്ന ഒരു ടോപ്പിക് അഥവാ യൂണിറ്റ് ആണ് യൂണിറ്റ് 1. ബ്ലോക്ക് 1ലെ യൂണിറ്റ് 1 എന്നുള്ളത് ഇവാലുവേഷൻ ഓഫ് മാർക്കറ്റിംഗ് ഫിലോസഫി ആണ് ആ ഒരു ടോപ്പിക് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നത്. എഗെയിൻ ലോവർ കാറ്റഗറിയിൽ തന്നെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്ന യൂണിറ്റ്സുകളാണ് ബ്ലോക്ക് 3 യൂണിറ്റ് 7, ബ്ലോക്ക് 4 യൂണിറ്റ് 11, ബ്ലോക്ക് 6 യൂണിറ്റ് 19. പ്രൊഡക്റ്റ് കൺസെപ്റ്റ് ആൻഡ് ക്ലാസിഫിക്കേഷൻ,
പ്രൈസ് അഡ്ജസ്റ്റ്മെന്റ് സ്ട്രാറ്റജീസ്, റിലേഷൻഷിപ്പ്, ഗ്രീൻ റൂറൽ മാർക്കറ്റിംഗ്. ഇത് മൂന്നും 20% ഓഫ് ചാൻസ് ആണ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ അക്വയർ ചെയ്യാനായിട്ട് ചാൻസ് വരുന്നത്, റിക്കർ ചെയ്യാനായിട്ട് ചാൻസ് നമ്മൾ കാണുന്നത് ലോവർ കാറ്റഗറി അല്ലെങ്കിൽ ലോവർ പ്രോബബിലിറ്റി കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്ന ടോപ്പിക്സുകളാണ്. ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഇഗ്നോയിൽ നിന്നൊരു ഡിഗ്രിയോ പിജിയോ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണോ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കാം. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാകും. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടാം. സോ നമുക്കൊരു ഫുഡ് നോട്ട് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന കഴിഞ്ഞ 10 പേപ്പേഴ്സിൽ അറ്റ്ലീസ്റ്റ് 8 പേപ്പേഴ്സിലെങ്കിലും ഓൾമോസ്റ്റ് നമ്മൾ കൂടുതലും കണ്ടുവരുന്നത് എന്താണ്, എസ്എ അല്ലെങ്കിൽ എസ്എ ആണ് അതിന്റെ ഒരു മേജർ പാർട്ടായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആൻഡ് ഓൾസോ ഈ പറയുന്ന രീതിയിൽ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ സബ്സെക്ഷൻ ക്വസ്റ്റ്യൻസും കാണുന്നുണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ പറയുന്ന ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അതായത് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്ന ടോപ്പിക്സ് നോക്കുകയാണെങ്കിൽ 6 ആണ് നമ്മളിപ്പം കഴിഞ്ഞ 6 ടൈംസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഏറ്റവും കൂടുതൽ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ മൈക്രോ മാക്രോ എൻവയോൺമെന്റ് നോക്കുകയാണെങ്കിൽ ഷോർട്ട് ഓർ ലോങ് എസ്സേ ടൈപ്പിൽ 6 ടൈംസ് ആണ് പ്രീവിയസ് 10 പേപ്പേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ വരാവുന്ന ക്വസ്റ്റ്യൻ ആണ് പ്രൈസിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് മെത്തേഡ്സ് എന്നുള്ളത് 5 ഔട്ട് ഓഫ് 10 എന്നുള്ള രീതിയിലാണ് ഇവിടെ എസ്എ ഫോർമാറ്റിൽ അല്ലെങ്കിൽ ഷോർട്ട് നോട്ട് ഫോർമാറ്റിൽ നമുക്ക് അപ്പിയർ ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ബ്രാൻഡിംഗ്, പാക്കേജിംഗ്, ലാബലിംഗ് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ ഷോർട്ട് നോട്ട് കാറ്റഗറിയിൽ നമുക്കൊരു 4 ഔട്ട് ഓഫ് 10 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ടാർഗറ്റിംഗ് അല്ലെങ്കിൽ പൊസിഷനിങ് എന്ന് പറയുന്ന ടോപ്പിക്സും ഏത് തന്നെയാണ്, ഈ പറയുന്ന 4 ഔട്ട് ഓഫ് 10 എന്നുള്ള രീതിയിലാണ്. 4 ടൈംസ് ആണ് പ്രീവിയസ് 10 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഷോർട്ട് നോട്ട് കാറ്റഗറിയിൽ അപ്പിയർ ചെയ്തതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. ആൻഡ് ഓൾസോ പ്രൊമോഷൻ മിക്സ് അല്ലെങ്കിൽ ടോട്ടൽ സിസ്റ്റം അഥവാ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോസ്റ്റ് അപ്രോച്ചസ്, ലോജിസ്റ്റിക്സിന്റെ അണ്ടറിൽ വരുന്ന 2 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അപ്രോച്ചസും 4 തവണയാണ് കഴിഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ 10 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോ ഒരു പ്രയോറിറ്റി സ്റ്റഡി ലിസ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറയുകയാണെങ്കിൽ ഹൈ പ്രയോറിറ്റി അഥവാ 70% ഓർ 70% എബോവ് വരാൻ ചാൻസ് ഉള്ള ടോപ്പിക്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ് കൺസ്യൂമർ ബൈയിങ് ഡിസിഷൻ പ്രോസസ്, മാർക്കറ്റിംഗ് റിസർച്ച് പ്രോസസ് ആൻഡ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ, അതിന്റെ മീനിങ്ങും ബേസിസും എന്നുള്ളത്. കൃത്യമായ രീതിയിൽ ഈ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ എസ്എ ടൈപ്പിലാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് കൂടുതലായിട്ട് കാണുന്നത്. സോ അതിന്റെ ആൻസേഴ്സ് കംപ്ലീറ്റ്ലി നമ്മൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ടൈം, അതായത് ഒരു കൃത്യമായ ടൈം നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു രീതിയിൽ ആ ഒരു ടൈമിനകത്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ എഴുതി പോകുന്ന രീതിക്ക് അതിന്റെ ഫ്രെയിംവർക്ക് സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ കൃത്യമായ ചാർട്ട് പോലുള്ള കാര്യങ്ങൾ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കാം. മീഡിയം പ്രയോറിറ്റി കാറ്റഗറിയിൽ വരുന്ന, അതായത് 40 to 69% നമുക്ക് അപ്പിയർ ചെയ്യാൻ ചാൻസ് ഉള്ള ടോപ്പിക്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ ആൻഡ് ഇംപ്ലിക്കേഷൻസ്, മൈക്രോ മാക്രോ എൻവയോൺമെന്റ് തമ്മിലുള്ള ഡിഫറൻസസ്, പ്രൈസിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് മെത്തേഡ്സ്, ബ്രാൻഡിംഗ്, പാക്കേജിംഗ്, ലേബലിംഗ് റിലേറ്റ് ചെയ്ത് വരുന്ന ഷോർട്ട് നോട്ട്സുകൾ, മാർക്കറ്റ് ടാർഗറ്റിംഗ് ആൻഡ് പൊസിഷനിങ് റിലേറ്റ് ചെയ്ത് വരാവുന്ന ഷോർട്ട് നോട്ട്സ്, പ്രൊമോഷൻ മിക്സ്, ഇറ്റ്സ് കമ്പോണൻസ് ആൻഡ് ഫാക്ടേഴ്സ് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ്, ടോട്ടൽ സിസ്റ്റം, അതായത് ടോട്ടൽ കോസ്റ്റ് ആൻഡ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അപ്രോച്ചിങ് സിസ്റ്റംസ് അണ്ടർ ലോജിസ്റ്റിക്സ് എന്നുള്ളതും നമുക്ക് ഏതിന്റെ അണ്ടറിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്, മീഡിയം പ്രയോറിറ്റി സ്റ്റഡി ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്ന ടോപ്പിക്സുകളാണ്. ഇനി ഒരു സ്റ്റഡി സ്ട്രാറ്റജി എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, സമ്മറി നോട്ട്സ് പ്രിപ്പയർ ചെയ്തുകൊണ്ട്, തിയറി പേപ്പർ ആയതുകൊണ്ട് തന്നെ നമ്മുടേതായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഓൺ വേർഡ്സിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്നുള്ളത്. സോ നമ്മുടേതായിട്ടുള്ള സമ്മറി നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, അതിൻ്റെതായിട്ടുള്ള ഡെഫിനേഷൻസ് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ, ആ കോഡ്സ് പോലുള്ള കാര്യങ്ങൾ ഒഴികെ നമ്മുടേതായിട്ടുള്ള സമ്മറി നോട്ട്സ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഓൾസോ മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ഫോക്കസ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. എഴുതുന്ന ആൻസേഴ്സ് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിൽ ക്ലിയർ ഹെഡിങ്സും സബ് ഹെഡിങ്സും കാര്യങ്ങളും കൃത്യമായ റിയൽ എക്സാമ്പിൾസ്
കൊടുത്തുകൊണ്ട് എഴുതി പോകാനായിട്ട് ശ്രമിക്കുക. സോ ലോ പ്രയോറിറ്റി, അതായത് ബിലോ 40% നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ടോപ്പിക്സിന്റെ അണ്ടറിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ടോപ്പിക്സുകളാണ് മാർക്കറ്റിംഗ് ഫിലോസഫി റിലേറ്റ് ചെയ്ത് വരുന്ന ടോപ്പിക്സ്, ആൻഡ് ഓൾസോ പ്രൊഡക്റ്റ് കൺസെപ്റ്റ് ആൻഡ് ക്ലാസിഫിക്കേഷൻസ്, പ്രൈസ് അഡ്ജസ്റ്റ്മെന്റ് സ്ട്രാറ്റജീസ്, എമർജിംഗ് ഇഷ്യൂസ്, അതായത് റിലേഷൻഷിപ്പ്, ഗ്രീൻ, റൂറൽ മാർക്കറ്റിംഗ് എന്നുള്ളത്. ഇത് മാക്സിമം എന്ത് ചെയ്യുക, കമ്പാരിറ്റീവ്ലി ടൈം വളരെ കുറവ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇതിന്റെ കീ പോയിന്റ്സ് മാക്സിമം മനസ്സിലാക്കിയിരിക്കുക. എഴുതുന്ന കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ എഴുതി പോകാനുള്ള പ്രാക്ടീസ് നമ്മൾ അവിടെ ഒരു 1 പേജിൽ വരുന്ന രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കാനായിട്ട് ശ്രമിക്കുക. സോ നമുക്കൊരു മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുള്ളതാണ്. നോർമലി നമുക്കറിയാം 3 hours എക്സാം ആണ്. മാക്സിമം മാർക്സ് 100 ആയിരിക്കും. നമുക്ക് തരുന്ന ക്വസ്റ്റ്യൻസിൽ 5 ക്വസ്റ്റ്യൻസ് ആയിരിക്കാം നമ്മളോട് അറ്റൻഡ് ചെയ്യാനായിട്ട് പറയുന്നത്. സോ ആ ഒരു രീതിയിൽ നോക്കുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത രീതിയിൽ എസ്എ ക്വസ്റ്റ്യൻ തന്നെയാണ് ആദ്യം വന്നിട്ടുള്ളത്. ടോപ്പിക്കും കൺസ്യൂമർ ബിഹേവിയർ, ബൈയിങ് ഡിസിഷൻ പ്രോസസ് തന്നെയാണ്. സോ അതിന്റെ ആൻസർ വിത്ത് എക്സാമ്പിൾ ആണ് ഇവിടെ പറയാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. എക്സാമ്പിൾ ഓഫ് കൺസ്യൂമർ ഡ്യൂറബിൾ പ്രൊഡക്റ്റ് പർച്ചേസ് ആണ് പറയുന്നത്. ആ ഒരു കാര്യം നമ്മൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ അതിന്റെ കൾച്ചറൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഓരോ സ്റ്റേജസിലും എന്നുള്ളത് വിത്ത് എക്സാമ്പിൾ ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. സോ ബ്ലോക്ക് 2 യൂണിറ്റ് 4 നിങ്ങൾ നല്ല രീതിയിൽ റെഫർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ആൻസർ കൃത്യമായ രീതിയിൽ നമുക്ക് എഴുതി പോകാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് മാർക്കറ്റിംഗ് റിസർച്ച് സ്റ്റഡി ആണ്. മാർക്കറ്റ് റിസർച്ച് പ്രോസസ്സിന്റെ ഡിഫറെന്റ് സ്റ്റെപ്സ് എന്തൊക്കെയാണ് എന്നുള്ളതും, അതൊരു പുതിയ പ്രൊഡക്റ്റ് ഇനിഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പുതിയ പ്രൊഡക്റ്റ് നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് വരുന്ന കാര്യങ്ങളാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. സോ അതിന്റെ ഒബ്ജക്റ്റീവ് ആവാം, റിസർച്ച് ഡിസൈൻ ആവാം, സാമ്പിളിംഗ് മെത്തേഡ്, ഡാറ്റ അനാലിസിസ് പ്ലാൻ, ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് വേണം നമ്മൾ ഇതിനെ ആൻസർ ചെയ്ത് പോകാനായിട്ട്. സോ ഈ ഒരു ആൻസർ നമ്മൾ കൃത്യമായ രീതിയിൽ അറ്റൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ യൂണിറ്റ് 3 ബ്ലോക്ക് 1 യൂണിറ്റ് 3 മാർക്കറ്റ് റിസർച്ച് പ്രോസസ്സ് കൃത്യമായ രീതിയിൽ നിങ്ങൾ റെഫർ ചെയ്യുകയാണെങ്കിൽ 20 മാർക്സിന് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് മാർക്കറ്റ് സെഗ്മെന്റേഷൻ റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ്. അതായത് മീനിങ് ആൻഡ് ബേസിസ് ഓഫ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ, അതിന്റെ ബിഹേവിയർ, അതായത് ഇൻകം, ഇവിടെ തന്നിട്ടുള്ള ബേസിസിന്റെ ഇവിടെ തന്നിട്ടുള്ള ഇൻഫർമേഷൻസിന്റെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു സെഗ്മെന്റേഷൻ അപ്രോച്ച് ഡിസൈൻ ചെയ്യാൻ നമുക്ക് ഇവിടെ പറയുന്നുണ്ട്. അത് ബ്ലോക്ക് 2 യൂണിറ്റ് 5 മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്ന ടോപ്പിക് നമ്മൾ കൃത്യമായ രീതിയിൽ നോക്കി പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ദെൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന, നമ്മൾ ഓൾറെഡി ഇപ്പം ആ ഒരു അനാലിസിസിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് ആയിരുന്നു മൈക്രോ ആൻഡ് മാക്രോ മാർക്കറ്റിംഗ് എൻവയോൺമെന്റ് അല്ലെ. അത് തമ്മിലുള്ള ഡിഫറൻസ്, അതായത് അത് എങ്ങനെയാണ് ഒരു റീറ്റെയിൽ ചെയിൻ ഓപ്പറേറ്റിംഗ്, അതായത് അർബൻ ഏരിയയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു റീറ്റെയിൽ ചെയിനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു എന്നുള്ളതും, അതിന്റെ ലീസ്റ്റ് 3 റിയൽ ഓർ ഹൈപ്പോത്തറ്റിക്കൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ഓരോ എൻവയോൺമെന്റിനെയും നമ്മൾ എങ്ങനെയായിരിക്കും അത് വരുന്നത് എന്നുള്ളത് നമുക്ക് ഇതിൽ ആ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. സോ ബ്ലോക്ക് 1 യൂണിറ്റ് 2 നമ്മൾ റെഫർ ചെയ്യുവാണെങ്കിൽ, മാർക്കറ്റിംഗ് എൻവയോൺമെന്റ് എന്ന യൂണിറ്റ് നമ്മൾ റെഫർ ചെയ്യുവാണെങ്കിൽ ഇത് നമുക്ക് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ, ടെക് കമ്പനി ഈസ് പ്ലാനിംഗ് ടു ലോഞ്ച് എ ന്യൂ സ്മാർട്ട് ഹോം ഡിവൈസ്, എക്സ്പ്ലെയിൻ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ. അതായത് ഒരു പ്രൊഡക്റ്റിന്റെ ഒരു ന്യൂ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അതിന്റെ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിന്റെ വരുന്ന എന്തൊക്കെ സ്റ്റേജസ് ആണ് എന്നുള്ളതും, അതിന്റെ അപ്രോപ്രിയേറ്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, ഓരോ സ്റ്റേജസിലും നമ്മൾ യൂസ് ചെയ്യുന്ന മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് എന്തൊക്കെയായിരിക്കും എന്നുള്ളത് വിത്ത് എക്സാമ്പിൾ ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. സോ ബ്ലോക്ക് 3 യൂണിറ്റ് 8, അതായത് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ ആൻഡ് ഇംപ്ലിക്കേഷൻസ് എന്ന യൂണിറ്റ് നമ്മൾ റെഫർ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നമുക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ദെൻ നമുക്ക് വരാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ക്രിട്ടിക്കലി അനലൈസ് ദി ഒബ്ജക്റ്റീവ്സ് ആൻഡ് മെത്തേഡ്സ് ഓഫ് പ്രൈസിംഗ് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ്. അതായത് ഇ കൊമേഴ്സ് ബിസിനസിന്റെ കോണ്ടെസ്റ്റിൽ നമ്മൾ പ്രൈസിംഗിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതും അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് മെൻഷൻ ചെയ്യണം. ആൻഡ് ഓൾസോ ഒരു കാൽക്കുലേഷൻ ഇവിടെ വരുന്നുണ്ട്, കോസ്റ്റ് ബേസ്ഡ് ആൻഡ് കോമ്പറ്റീഷൻ ബേസ്ഡ് പ്രൈസിംഗ്. അതായത് ഈ പറയുന്ന രീതിയിൽ നമ്മൾ 2 ടൈപ്സ് ഓഫ് പ്രൈസിംഗ് റിലേറ്റ് ചെയ്തുകൊണ്ട് കാൽക്കുലേഷൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നോർമലി നമ്മൾ ഇതുകൂടി കൺസിഡർ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. മെയിൻലി നമ്മൾ നോക്കിയിരിക്കേണ്ടത് ഈ പറയുന്ന പ്രൈസിംഗ് റിലേറ്റ് ചെയ്ത് വരുന്ന ഒബ്ജക്റ്റീവ്സും മെത്തേഡ്സും തന്നെയായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് കൺസെപ്റ്റ് ഓഫ് മാർക്കറ്റ് ടാർഗറ്റിംഗ് ആൻഡ് പൊസിഷനിങ് ആണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് ആയിരുന്നു മാർക്കറ്റ് ടാർഗറ്റിംഗും പൊസിഷനിങ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് പ്രസന്റ് ചെയ്തിട്ടുള്ളത്, സപ്പോസ് എ company has identified 3 market segments based on lifestyle and purchasing power. Purpose is suitable target and positioning strategy for each, justifying your choices. ഇത് നമുക്കൊരു എന്താണ് റിയൽ ലൈഫ് സിനാരിയോസ് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു കേസ് സ്റ്റഡീസ് ഫോം ഓഫ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ. സോ നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് പൊസിഷനിങ് അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് ടാർഗറ്റിംഗ്, നമ്മുടെ പ്രൊഡക്റ്റ് ടാർഗറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഏതാണ് അല്ലെങ്കിൽ അതിന്റെ പൊസിഷനിങ് എങ്ങനെയായിരിക്കണം എന്നുള്ളതിന് മാച്ച് ആവുന്ന രീതിയിലുള്ള നമ്മൾ ഒരു സ്ട്രാറ്റജി അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുക, അതിനൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്. സോ അത് നമുക്ക് യൂണിറ്റ് 6 ബ്ലോക്ക് 2 യൂണിറ്റ് 6 ടാർഗറ്റിംഗ് ആൻഡ് പൊസിഷനിങ്
പൊസിഷനിങ് റെഫർ ചെയ്യുവാണെങ്കിൽ നമുക്കിത് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കമ്പോണൻസ് ഓഫ് പ്രൊമോഷൻ മിക്സ് ആണ്. പ്രൊമോഷൻ മിക്സിന്റെ കമ്പോണൻസ് റിലേറ്റ് ചെയ്ത് വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഫോർ എ മിഡ് സൈസ് അപ്പാരൽ ബ്രാൻഡ് ലോഞ്ചിങ് എ ന്യൂ കളക്ഷൻ propose an integrated promotion plan using at least 4 promotion tools. അതായത് ഇപ്പം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രൊമോഷൻ ടൂൾസ് നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് അഡ്വർടൈസിംഗ്, പേഴ്സണൽ സെല്ലിംഗ്, സെയിൽസ് പ്രൊമോഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഈ 4 പ്രൊമോഷൻ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു മിഡ് സൈസ് അപ്പാരൽ ബ്രാൻഡിന് ആ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ന്യൂ കളക്ഷൻ ലോഞ്ച് ചെയ്യുന്നതിനായിട്ട് ഒരു പ്രൊമോഷൻ പ്ലാൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതിന് യൂസ് ചെയ്യേണ്ട ടൂൾസ് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഈ 4 പ്രൊമോഷൻ ടൂൾസ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഒരു പ്രൊമോഷൻ പ്ലാൻ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ വിത്ത് എക്സാമ്പിൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ് ഇവിടെ പ്രസന്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. സോ ബ്ലോക്ക് 6 യൂണിറ്റ് 16 ആണ് പ്രൊമോഷൻ മിക്സ് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ വരുന്നത്. സോ അതിന്റെ കമ്പോണൻസും ഫാക്ടേഴ്സും നല്ല രീതിയിൽ നമ്മൾ റെഫർ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. സോ ഇത്രയാണ് നമ്മുടെ ഈ ഒരു മാർക്കറ്റിംഗ് മാനേജ്മെന്റ് PYQ അനാലിസിസ് ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ കാര്യങ്ങളെല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നല്ല രീതിയിൽ എക്സാംസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓൾ ദ ബെസ്റ്റ്.